പ്രിയരെ, ഇന്ന് ദിനപത്രങ്ങൾ നോക്കുകയാണെങ്കിൽ, നമ്മുടെ ചുറ്റുപാടും നമ്മൾ വീക്ഷിക്കുകയാണെങ്കിൽ, പല കുടുംബങ്ങളിലും പല വ്യക്തികളുടെ ഇടയിലും ഇന്ന് ദിനവും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവ പരമ്പരയായി മാറിയിരിക്കുകയാണ് കൊലപാതകങ്ങളും ദുർസ്വഭാവങ്ങളും മദ്യപാനവും മയക്കുമരുന്നുമെല്ലാം. എന്നാൽ ക്രിസ്തീയ ജീവിതത്തിനകത്ത് കർത്താവിൻ്റെ തിരുവചനം നമ്മൾ പഠിക്കുമ്പോൾ അതിനകത്ത് കർത്താവ് പറയുന്നത്, ഒരു ക്രിസ്ത്യാനി കർത്താവിനെ അറിഞ്ഞ, കർത്താവിന് വേണ്ടി ജീവിക്കുന്ന, കർത്താവിൽ ജീവിതം സമർപ്പിച്ച ഒരു വ്യക്തിയെ എങ്ങനെ തിരിച്ചറിയാമെന്ന് ചോദിച്ചാൽ, തൻ്റെ ജീവിതത്തിനകത്തുണ്ടാകുന്ന ആത്മീയ ഫലങ്ങളിലൂടെ തിരിച്ചറിയാൻ കഴിയുമെന്ന് കർത്താവ് പഠിപ്പിക്കുന്നു. ഒരു വൃക്ഷത്തെ ഫലത്തിൽ നിന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത് പോലെ നാം ആകുന്ന ഓരോ വ്യക്തികളെയും ഈ നാളുകളിൽ ആത്മാവിൻ്റെ ഫലത്താൽ തിരിച്ചറിയാൻ കഴിയുമെന്ന് കർത്താവ് പഠിപ്പിക്കുമ്പോൾ, ലോകം മുഴുവനും തെറ്റിക്കൊണ്ടിരിക്കുമ്പോൾ ക്രിസ്ത്യാനിയാകുന്ന നമുക്ക് ലോകത്തിൻ്റെ മുന്നേ നിൽക്കുവാൻ നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന ആത്മീക ഫലങ്ങൾ കാരണമായി തീരട്ടെ. പ്രത്യേകം ഹെവൻലി റെവല്യൂഷൻ ചർച്ചിൻ്റെ ഈ 2025 വചനമായി കർത്താവ് തന്നിരിക്കുന്നത് ഫ്രൂട്ട്ഫുൾ ഇയർ എന്നാണ്. അതായത് ഫലപുഷ്ടമായ വർഷമെന്നാണ്. ആറ്റരുകത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്തതുമായ വൃക്ഷം പോലെ നമ്മൾ ആയിരിക്കുമെന്നാണ് ചർച്ചിനകത്ത് നമുക്ക് തന്നിരിക്കുന്ന വചനം. ആയതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിനകത്ത് ഈ ദിവസങ്ങളിൽ നമ്മൾ നമ്മുടെ ജീവിതവും സഭയുടെ അകത്ത് വരുന്ന എല്ലാവരും ജീവിതങ്ങൾ ക്രമീകരിക്കുവാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ, നിങ്ങളും ഈ മെസ്സേജ് കേൾക്കുന്ന നിങ്ങളും നിങ്ങളുടെ ജീവിതത്തെ ക്രമീകരിച്ച് പരിശുദ്ധാത്മാവിൻ്റെ കരങ്ങളിൽ കൊടുത്ത്, ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൽ പറയുന്നത് പോലെ 9 ആത്മാവിൻ്റെ ഫലങ്ങളും കാഴ്ച കർത്താവിൽ ജീവിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. നമ്മുടെ ജീവിത ശൈലികൾ, നമ്മുടെ ജീവിത മേഖലകൾ നോക്കുകയാണെങ്കിൽ, നമ്മുടെ ഒരു പാരമ്പര്യം അല്ലെങ്കിൽ നമ്മുടെ മക്കൾ, നമ്മുടെ തലമുറകൾ മാനസാന്തരപ്പെട്ട് കർത്താവിലേക്ക് വരണമെങ്കിൽ, ക്രിസ്ത്യാനി എന്ന് പറഞ്ഞു നിൽക്കുന്ന നമ്മൾ, തിരുവചനവുമായി നടക്കുന്ന നമ്മൾ, നമ്മുടെ ജീവിതം പൂർണ്ണമായും കർത്താവിൽ അർപ്പിച്ച് ആത്മാവിൻ്റെ ഫലങ്ങൾ നമ്മളിൽ കായ്ക്കണം. അതിനായി നമുക്ക് ദിനവും പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. ആയതുപോലെ യോഹന്നാൻ എഴുതിയ സുവിശേഷം അതിൻ്റെ 15-ാം അധ്യായം 1-ാം വാക്യം മുതൽ താഴോട്ട് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, കർത്താവ് അതിനകത്ത് പറഞ്ഞൊരു പരിശുദ്ധാത്മാവിൻ്റെ നിറവോടെ എഴുതിയിരിക്കുന്ന അല്ലെങ്കിൽ പറഞ്ഞിരിക്കുന്ന കാര്യം, താൻ മുന്തിരിവള്ളിയാണെന്നും തൻ്റെ പിതാവായ ദൈവം തോട്ടക്കാരനാണെന്നും താനാകുന്ന മുന്തിരിവള്ളിയിൽ കായ്ക്കുന്ന കൊമ്പുകളൊക്കെയും ചെതുക്കി വെടുപ്പാക്കി ഏറിയ ഫലം കായ്ക്കേണ്ടതിന് വേണ്ടി മാറ്റുമെന്നും, എന്നാൽ ഫലം കായ്ക്കാത്ത മരക്കൊമ്പുകളെ വെട്ടി തീയിലിട്ട് കളയുമെന്നും തിരുവചനം പഠിപ്പിക്കുന്നു. നാം എല്ലാം ക്രിസ്തുവാകുന്ന മുന്തിരിവള്ളിയിലെ കൊമ്പുകളാണെന്ന് തിരിച്ചറിഞ്ഞ് ഈ നാളുകൾ ജീവിക്കണം. ഈ 2025 ഉണർവിൻ്റെ സാന്നിധ്യം എല്ലാ സഭകളിലും ഒരുപോലെ ചലിച്ചുകൊണ്ടിരിക്കുമ്പോൾ, പരിശുദ്ധാത്മാവ് ഓരോ സഭകളെയും നിറച്ചുകൊണ്ടിരിക്കുമ്പോൾ, നമ്മുടെ സഭയിലും ദിനവും എല്ലാ ഞായറാഴ്ചകളിലും എല്ലാ മീറ്റിങ്ങുകളിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൻ്റെ പുതിയ സാന്നിധ്യങ്ങളും പുതിയ മേഖലകളും പുതിയ സീസണും ഓപ്പണായിക്കൊണ്ടിരിക്കുമ്പോൾ, ഞാൻ വിശ്വാസത്തോടെ നിങ്ങളോട് വിളിച്ചു പറയുന്നു, ഈ മെസ്സേജ് കേൾക്കുന്ന നിങ്ങളെയും കർത്താവിന് ആവശ്യമാണ്. ഉണർവിൽ ഒരു വ്യക്തിയെ കർത്താവിന് ഉപയോഗിക്കണമെങ്കിൽ, കർത്താവിൻ്റെ രാജ്യത്തിൽ കർത്താവിന് ഒരുവനെ ഉപയോഗിക്കണമെങ്കിൽ, തൻ്റെ രാജ്യത്തിലെ ഫലം കായ്ക്കുന്ന, ആത്മാവിൻ്റെ ഫലം കായ്ക്കുന്ന വ്യക്തിയായി നാം ആയിരിക്കണം. നമ്മൾ തിരുവചനം കൊണ്ട് നടക്കുന്നുവെന്ന് പറഞ്ഞിട്ടോ, പ്രാർത്ഥിക്കുന്നുവെന്ന് പറഞ്ഞിട്ടോ, പ്രസംഗിക്കുന്നുവെന്ന് പറഞ്ഞിട്ടോ, അല്ലെങ്കിൽ കർത്താവിന് വേണ്ടി ജീവിക്കുന്നുവെന്ന് പറഞ്ഞിട്ടോ, ഏതെങ്കിലും സഭയുടെ കൂട്ടായ്മയിൽ ദിനവും പോകുന്നുവെന്ന് പറഞ്ഞോ കാര്യമില്ല. നമ്മുടെ ജീവിതത്തിനകത്ത് ആത്മീയ ഫലങ്ങൾ നിരന്തരമായി ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ആ ആത്മീയ ഫലങ്ങൾ ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ 9 ആത്മീയ ഫലങ്ങളും നിങ്ങളിൽ കായ്ച്ചാൽ, നിങ്ങൾ ആകുന്ന വൃക്ഷത്തെ, നിങ്ങളാകുന്ന ദേശത്തിനകത്ത് നിങ്ങൾ ക്രിസ്തുവിൽ ആത്മീകരായി ജീവിക്കുന്നുവെന്ന് ലോകം പറയത്തക്ക രീതിയിലുള്ള ഫലങ്ങൾ നിങ്ങളിൽ നിന്ന് പുറത്തു വരും. നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരുന്ന സ്നേഹമാകട്ടെ, പരോപകാരമാകട്ടെ, ദീർഘക്ഷമയാകട്ടെ, മറ്റെല്ലാ കാര്യാദികളിലും അത് വെളിപ്പെടുക തന്നെ ചെയ്യും. ഇന്ന് പകൽക്കാലം ഈ മെസ്സേജ് കേൾക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിനകത്ത് അതൊരു ഉണർവായി മാറട്ടെ, അതൊരു തിരിച്ചറിവായി മാറട്ടെ. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ ഒന്ന് ശോധന ചെയ്താട്ടെ. കർത്താവിന് വേണ്ടി ജീവിക്കുവാൻ നിങ്ങൾ എത്ര വർഷം മുന്നേ ഇറങ്ങിയെന്ന് എനിക്കറിയില്ല. എൻ്റെ ജീവിതത്തിനകത്ത് കർത്താവിന് വേണ്ടി ഞാൻ ഇറങ്ങിയത് 15 വർഷങ്ങൾക്ക് മുന്നെയാണ്. 15-16 വർഷങ്ങൾക്ക് മുന്നെയാണ്. അന്നു മുതൽ ഇന്ന് വരെ ഞാൻ ക്രിസ്തുവിൽ ഫലം കായ്ക്കുവാൻ ആഗ്രഹിച്ച് അതിനുവേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ, എൻ്റെ ഈ മെസ്സേജ് കേൾക്കുന്ന നിങ്ങളോടും പരിശുദ്ധാത്മാവാം ദൈവത്തിന് ഒന്ന് മാത്രമേ പറയാനുള്ളൂ. നിങ്ങൾ കർത്താവിന് വേണ്ടി എപ്പോൾ ഇറങ്ങിയെന്നോ, കർത്താവിന് വേണ്ടി ജീവിതം എന്ന് തുടങ്ങിയോ എന്നല്ല പരിശുദ്ധാത്മാവ് ചോദിക്കുന്നത്. ഇന്ന് നീ ജീവിക്കുമ്പോൾ നീ ക്രിസ്ത്യാനി എന്ന ലേബലിലാണോ ജീവിക്കുന്നത്, അതോ ആത്മാവിൻ്റെ ഫലത്തിലാണോ? നിൻ്റെ ജീവിതത്തെ കർത്താവിൻ്റെ കരത്തിൽ ഒന്ന് കൊടുത്ത് ക്രമീകരിച്ചാട്ടെ. നിൻ്റെ കുടുംബം കർത്താവ്
മാനിക്കപ്പെടും. നിൻ്റെ ദേശത്തിനകത്ത് നിനക്ക് തല ഉയർത്തി നടക്കുവാനുള്ള കൃപ നൽകും. ഈ ദിവസങ്ങളിൽ ദേശങ്ങളെ, കുടുംബങ്ങളുടെ കുഞ്ഞുങ്ങളും മറ്റുള്ള തലമുറകൾ നശിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മളാകുന്ന ഒരു തലമുറ, ക്രിസ്തുവിൻ്റെ വചനമെടുത്ത തലമുറ അനുഗ്രഹപ്പെട്ടാൽ, നമ്മൾ ആത്മീയ ഫലം കായ്ച്ചാൽ നമ്മുടെ മക്കളും അത് കണ്ട് പഠിക്കും. നമ്മുടെ ജീവിതത്തിനകത്ത് പരിശുദ്ധാത്മാവ് തന്ന നിയോഗങ്ങളും കൃപയും കൃപാവരങ്ങളും ജ്വലിക്കുന്നത് കണ്ട് ദേശം അനുഗ്രഹപ്പെടും, സഭ അനുഗ്രഹപ്പെടും. ഞാൻ പോകുന്ന സഭകൾ അനുഗ്രഹപ്പെടും, ദേശങ്ങൾ അനുഗ്രഹപ്പെടും. ആയതുപോലെ കർത്താവിൻ്റെ വലിയ പ്രവൃത്തി വെളിപ്പെടുക തന്നെ ചെയ്യും. അതിനുവേണ്ടി നമുക്കിന്ന് പ്രാർത്ഥിക്കാം. നമ്മൾ ഓരോരുത്തരും ഫലം കായ്ക്കണമെന്ന് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. നമുക്ക് നിങ്ങളായിരിക്കുന്ന സ്ഥലത്തായിരുന്നു പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ പൂർണ്ണമായി ഞങ്ങളുടെ തിരുകരങ്ങളിൽ തരുന്നു. ആത്മീയ ഫലങ്ങൾ ഞങ്ങളിൽ പ്രകാശിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ പ്രകാശം ഞങ്ങളുടെ മേൽ ഇറങ്ങണം. ഞങ്ങൾ ലോകത്തെ സ്നേഹിക്കുന്നവരായിട്ടല്ല, ലോകത്തിൻ്റെ മോഹങ്ങൾക്ക് അടിമപ്പെട്ടു പോകുന്നവരായിട്ടല്ല, പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ആത്മാവിൻ്റെ 9 ഫലങ്ങളും കായ്ച്ച് വൃക്ഷമാകുന്ന ഞങ്ങൾ കർത്താവെ, ആത്മീക ഫലത്തിലൂടെ തിരിച്ചറിയപ്പെടുന്നവരായി ജീവിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഇന്ന് അതിനായി ഞങ്ങളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ രഹസ്യ ജീവിതത്തെയും പരസ്യ ജീവിതത്തെയും, ഞങ്ങളുടെ ജീവിത ശൈലികളെയും, ഞങ്ങളുടെ കൊടുക്കൽ വാങ്ങലുകളെയും, ഞങ്ങളുടെ വാക്കുകളെ, പ്രവൃത്തികളെ എല്ലാം പരിശുദ്ധാത്മാവ് മാനിച്ചാട്ടെ. എല്ലാത്തിലും പരിശുദ്ധാത്മാവിൻ്റെ ഫലം കാണണം. ഞങ്ങളുടെ തലമുറകൾ ഞങ്ങളിൽ ഒരു മാതൃക കാണണം. ഞങ്ങളുടെ കുടുംബത്തിന് ഞങ്ങളുടെ ഉള്ളിൽ ഒരു മാതൃക കാണുവാനുള്ള കൃപ ഒരുക്കും. പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം, കൃപയും മഹത്വം വ്യാപരിക്കും. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം. നല്ല പിതാവേ, ആമീൻ.